ഹലോ ഗായ്സ്, കിച്ചൺ ആക്സസറീസും ഹോം ഡെക്കോർ ഐറ്റംസും ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടിയാലോ. എനിക്ക് ഡ്രസ്സും മേക്കപ്പും ഒക്കെ ഷോപ്പ് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഡെക്കോർ ഐറ്റംസും പാത്രങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ നല്ല അഫോർഡബിൾ റേറ്റ്സിലും കൂടെ കിട്ടിയാലോ. അപ്പം വീഡിയോ ഫുള്ള് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇത് ഫ്രൈഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷെ ഭയങ്കര മടി കാരണം അതൊക്കെ സ്കിപ്പ് ചെയ്ത്. പിന്നെ ഫ്രൈഡേ ജുമയ്ക്ക് പോകുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെയാണ് ഞാൻ പ്രെയറിന് പോകുന്നത്. പിന്നെ പള്ളിയിൽ നിന്ന് വന്ന് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, പോയപ്പോഴും ഒന്നും ചെയ്തില്ല. ജസ്റ്റ് രാവിലെ ആണെങ്കിൽ ബ്രെഡൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് KFC കഴിക്കണം എന്ന് തോന്നി, അപ്പോൾ അങ്ങനെ KFC ഒക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടോ. ഷോപ്പിങ്ങിന് പോയത് ഗിഫ്റ്റ് മാർക്കറ്റിലാണ്, ഷാർജയുള്ള ഗിഫ്റ്റ് മാർക്കറ്റ്. ഞാൻ ഇവിടെ ഷാർജയിലും അജ്മാനിലും ദുബായിലും ഒക്കെയുള്ള ഗിഫ്റ്റ് മാർക്കറ്റിലും, അതുപോലെ 1 to 20, 1 to 10 കബായൽ സെൻറ്റർ, ഇവിടെയൊക്കെ ഈ ഹോം ഡെക്കോർ ഐറ്റംസും കിച്ചൺ ആക്സസറീസും ഒക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ പോയിട്ടുള്ളത്. ഇത് നമ്മുടെ ഷാർജ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ള ഗിഫ്റ്റ് മാർക്കറ്റാണ് കേട്ടോ. 1 to 20. ഇവിടുത്തെ കളക്ഷൻസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എസ്പെഷ്യലി ഈ ഹോം ഡെക്കോർ ഐറ്റംസും അതുപോലെ തന്നെ പ്ലേറ്റ്സൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഐക്യയിലൊക്കെ കിട്ടുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ബ്ലൂ പ്ലേറ്റ്സും അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ഈ ഹോം സെൻറ്ററിലും ഹോം ബോക്സിലും ഒക്കെ കിട്ടുന്ന അതേ സാധനങ്ങൾ ഞാൻ ഇവിടെ ഭയങ്കര റേറ്റ് കുറവിൽ കണ്ടിട്ടുണ്ട്, അതും നല്ല ക്വാളിറ്റിയിൽ. ഈ പ്ലേറ്റ്സിനും ബൗളിനും ഒക്കെ വരുന്നത് 5 dirhams, 4 dirhams, 3 dirhams, 2 dirhams അങ്ങനെയൊക്കെ പറഞ്ഞാണ്. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും 1 to 20 dirhamsനുള്ളിലാണ് കേട്ടോ. അതും ഇവർക്കാണെങ്കിൽ പ്ലേറ്റ്സ് തന്നെ ഒരു 3-4 സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബൗള്, അത്രയ്ക്ക് ഭയങ്കര വലിയൊരു ഗിഫ്റ്റ് മാർക്കറ്റാണ്. ഇതൊക്കെ സൂപ്പിൻ്റെ ബൗളാണ്. നോക്കിയേ, വെറും 3 dirhams ഉള്ളൂ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെ നോക്കിയേ. ഇതൊക്കെ നമ്മൾ ഐക്യയിലോ അതുപോലെ ഹോം സെൻറ്ററിലോ ഒക്കെ പോവുകയാണെങ്കിൽ എന്തുവായാലും ഒരു 10 dirhams, 12 dirhams ഒക്കെ കൊടുക്കണം. ഇതൊക്കെ വെറും 3 dirhamsനാണ് കിട്ടുന്നത്. ഈ ചെറിയ ബൗളൊക്കെ നോക്കിയേ, വെറും 3 dirhams. ഇത് 2 dirhams 50 fils ആണ് കേട്ടോ. നല്ല ടിഷ്യൂ ബോക്സസ് ഒക്കെ വെറും 10 dirhams ആണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ റൂം സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബോഹോ തീമിലാണ്. അപ്പോൾ ആണെങ്കിൽ ഈ ബാമ്പൂൻ്റെ എന്താ പറയുക, ടിഷ്യൂ ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കളറല്ല, കുറച്ചും കൂടി വേറൊരു ഡാർക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു 2 പീസൊക്കെ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതെല്ലാം കട്ടിംഗ് ബോർഡ്സ് ആണ് കേട്ടോ. കട്ടിംഗ് ബോർഡും അതുപോലെ ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലും ഒക്കെയുള്ള കട്ടിംഗ് ബോർഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ സെറ്റാക്കി വെക്കാൻ നമ്മൾ ഇതുപോലത്തെ ഒരു വുഡൊക്കെ അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇതിനൊക്കെ വെറും 15 dirhams ആണ് വരുന്നത്. ഇതൊക്കെ പ്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ കളേഴ്സൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഐക്യയിലുണ്ടെന്ന്. ഐക്യയിലുള്ള പ്ലേറ്റ്സൊക്കെ നല്ല പ്രൈസാണ്. ഇതൊക്കെ വെറും 6 dirhamsനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലതൊക്കെ 5 dirhams. അതും ഡിഫറെൻറ്റ് ഷേപ്സിലും കുറേ നല്ല കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഒരു പ്ലേറ്റ്സിൻ്റെ തന്നെ സെയിം കളേഴ്സിൽ വലുതും ഉണ്ടായിരിക്കും ചെറുതും ഉണ്ടായിരിക്കും, അതിൻ്റെ ബൗളും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഡിന്നർ സെറ്റ് പോലെ ആക്കിയെടുക്കാം. ഈ പ്ലേറ്റ്സ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം എടുക്കാൻ നോക്കിയിട്ടുണ്ട്, എന്നാലും കുറേ പ്ലേറ്റ്സിൻ്റെ സെക്ഷനൊക്കെ കുറേ ഉണ്ടായിരുന്നുകൊണ്ട്
ഞാൻ പിന്നെ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുമാണ് എടുത്തത്, എന്നാലും കുറേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽ പ്രിൻസ് ഒക്കെ വരുന്നത് ഇഷ്ടമുള്ളവർക്ക് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സ് ആണ്. ഇത് കണ്ടാൽ കറക്റ്റ് ബാംബൂൻ്റെയാണ്. ഇത് പ്ലേറ്റ് ആണ് കേട്ടോ, പക്ഷെ ആ ഒരു ഡിസൈനിൽ വരുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് പ്ലേറ്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ഗ്ലാസ്സസ് ഒക്കെ കുറേ വെറൈറ്റി, ജ്യൂസ് ഗ്ലാസ്സും അതുപോലെ തന്നെ ടീ കോഫി ഗ്ലാസ്സസും മഗ്ഗും ഒക്കെ അവൈലബിൾ ആണ്. അതും ഓരോന്നിനും വരുന്നത് 2 dirhams, 1 dirham 50 fils അങ്ങനെയൊക്കെയാണ്. ലുക്ക് അറ്റ് ദ വൈബ്രൻറ്റ് കളേഴ്സ്. നോക്കിയേ എന്ത് ഭംഗിയുള്ള കോഫി മഗ്സ് ആണ്. ഇത്രയും വെറൈറ്റി കളേഴ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതും കുറേ റൈറ്റിങ്സ് ഒക്കെ ആയിട്ട്. വെറും 6 dirhams ആണ് ഇതിന് വരുന്നത്. ഇതൊക്കെ വുഡൻ സ്പൂൺസും സ്പാച്ചുലാസും ഒക്കെയാണ്. പിന്നെ നമ്മുടെ പെപ്പർ ഗ്രൈൻഡറും ഒക്കെ ഉണ്ട്. അതും ഡിഫറെൻറ്റ് ഷേപ്സിലും ഡിസൈൻസിലും ഒക്കെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ കണ്ട ഒരു ഹോം ഡെക്കോർ പോലത്തെ ഒരു സാധനം കേട്ടോ, ഭംഗിയുണ്ട്. ഒരു ചെയർ, ഒരു കുട്ടി ചെയർ. ഇതൊക്കെ ഓയിൽ ബോട്ടിൽസ് ആണ് കേട്ടോ. ഓയിൽ സ്പ്രേയറും ഓയിൽ ബോട്ടിൽസും അതുപോലെ തന്നെ ഓയിൽ ബോട്ടിൽ വിത്ത് ബ്രഷും അങ്ങനെ കുറേ ഉണ്ട്. ഓയിൽ ഇട്ട് വെക്കാൻ പറ്റിയ കുറേ ഡിസൈൻസിലും ഷേപ്സിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കണ്ടെയ്നേഴ്സ് ആണ്. കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ, സോൾട്ട്, സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട്, കുറേ ബോട്ടിൽസ് ഉണ്ട്. ഇതൊക്കെ ഗ്ലാസ് ബോക്സസ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ലുലുവിൽ പോയി ഒരു പ്രാവശ്യം ഇതുപോലെ വാങ്ങിക്കാനൊക്കെ നിന്നപ്പോഴത്തേക്ക് എല്ലാം 22 dirhams 25 dirhams ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഗ്ലാസ് ബോട്ടിൽസ് ആണ്. എല്ലാം 10 dirhams 7 dirhams 5 dirhams ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇവിടെ പ്ലാന്റ് സെക്ഷൻസും ഉണ്ട് കേട്ടോ. എപ്പോഴും പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഇവിടുത്തെ പ്ലാന്റ്സിന് വരുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ വെറും 9 dirhams 10 dirhams. അതുപോലെ ചിലതൊക്കെ മാക്സിമം ഞാൻ പറയത്തില്ല 1 to 20 dirhamsനുള്ളിലാണ് എല്ലാ പ്ലാന്റ്സും. അപ്പം ഞാൻ എപ്പോഴും പോകുമ്പോഴത്തേക്ക് ഒരു പ്ലാന്റെങ്കിലും എടുക്കുന്നതാണ്. ഇന്ന് പോയപ്പോഴത്തേക്ക് കളക്ഷൻസ് കുറവായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ ഉള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. ബട്ട് നല്ല അഫോർഡബിൾ റേറ്റ്സിലാണ് പ്ലാന്റ്സ് കിട്ടുന്നത്. അതും നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. ഇനി കാണിക്കുന്നതെല്ലാം ഹോം ഡെക്കോർ ഐറ്റംസ് ആണ് കേട്ടോ. ഇതുപോലെ ഫ്രെയിംസ്, ഇല്ലെങ്കിൽ മിറേഴ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, നമ്മുടെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. കുറേ വാൾ ഹാങ്ങിങ്സ്, ഇതൊക്കെ നല്ല ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സ് ഇഷ്ടമാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, പറ്റുന്നില്ല എന്നുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. നല്ല അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടും. ഇതൊക്കെ ബാസ്ക്കറ്റാണ്. കുറേ വെറൈറ്റി ബാസ്ക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്ലോക്സ്, ഇങ്ങനെ കിച്ചണിലൊക്കെ ഞാൻ കുറേ റൈറ്റിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കുറേ റൂൾസ്, ഹോം എന്നൊക്കെ പറഞ്ഞ് കുറേ റൈറ്റിങ്സ് കിച്ചണിലേക്കുള്ളതും ഒക്കെ
അതൊക്കെ ഞാനാണെങ്കിൽ ഡ്രാഗൺ മാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ആണെങ്കിൽ കുറേ നടക്കിയൊക്കെ വേണം. ഇത് നല്ല അഫോർഡബിൾ റേറ്റ്സിലും കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കീ ഹാങ്ങിങ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഡെഫിനറ്റായിട്ട് വരുന്നവർ ഇത് ചെക്കൗട്ട് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഞാനാണെങ്കിൽ വേറൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ചൊരു 4 ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സും കാണിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ ഒരു സൈഡ് സെക്ഷൻ ഫുള്ള് ഈ ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സാണ്. അപ്പം ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് തപ്പി നടക്കുന്നവർ ഡെഫിനറ്റായിട്ട് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട്. ഹോം ഡെക്കോറും കിച്ചൻ്റെ പാത്രങ്ങളും മാത്രമല്ല കേട്ടോ, കുറേ ഡ്രസ്സസും ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ടോയ്സ്, എല്ലാ ഐറ്റംസും A to Z ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ ഞാനാണെങ്കിൽ ഇത്രേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.